ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പോലീസ് കസ്റ്റഡിയിൽ. എറണാകുളം മരട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കരുതൽ കസ്റ്റഡി എന്നാണ് സൂചന. അശ്വിൻ പാലായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അശ്വിൻ, തിരുവനന്തപുരമാണ് ഓം പ്രകാശ് കാലങ്ങളായി അയാളുടെ ഒരു പ്രവർത്തന മേഖല. ഇപ്പോൾ ഈ കൊച്ചിയിലെത്തിയപ്പോൾ കരുതൽ തടങ്കലിലാക്കുകയായിരുന്നു. ഗൂഗിൾ തീർച്ചയായും തലസ്ഥാനം കേന്ദ്രീകരിച്ച് നിരവധി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ് ഓം പ്രകാശ്. സമീപകാലത്ത് പാറ്റൂർ ഗുണ്ടാ ആക്രമണത്തിലടക്കം സുപ്രധാന പ്രതിയായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് മറ്റൊരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ ഇയാൾ പ്രതിയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഏകദേശം 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തതുമാണ്. അതിനിടെയാണ് കഴിഞ്ഞ 2 ദിവസമായി ഓം പ്രകാശ് കൊച്ചിയിലുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. പോലീസിൻ്റെ തന്നെ വിവിധ വിഭാഗങ്ങളിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഓം പ്രകാശ് കൊച്ചിയിൽ എത്തിയത് എന്നുള്ള സൂചനയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നർക്കോട്ടിക് എ സിക്ക് വിവരം ലഭിക്കുന്നത്. നർക്കോട്ടിക് എ സിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നടത്തിയ തെരച്ചിലിലാണ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇതുവരെ ലഹരി വസ്തുക്കളൊന്നും ഇയാളുടെ ഭാഗത്ത് നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഈ ഓം പ്രകാശിനൊപ്പം കൊല്ലം സ്വദേശിയായ മറ്റൊരു ഗുണ്ടാ നേതാവിനെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ വിശദമായ പരിശോധനയിൽ 2 ദിവസം കൊച്ചിയിൽ തങ്ങി എന്തായിരുന്നു ഓം പ്രകാശിൻ്റെ പ്രവർത്തനം എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓം പ്രകാശ് ഇപ്പോഴും മരട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് തുടരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. മറ്റേതെങ്കിലും ഗുണ്ടാ പ്രവർത്തനങ്ങളടക്കം ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഓം പ്രകാശ് കൊച്ചിയിൽ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇയാൾ മുറിയെടുത്തിരുന്ന ഹോട്ടലിൽ വിശദമായ പരിശോധനയുണ്ട്. ഇയാൾക്കൊപ്പം ഈ മറ്റൊരു 2 പേരല്ലാതെ വേറെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ, ഇവിടുത്തെ ലഹരി മാഫിയയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെയാണ് വിശദമായ പരിശോധന നടത്തുന്നത്. എന്തായാലും ലഹരി ഇടപാട് ആണ് ഇതിന് പിന്നിൽ എന്നുള്ള പ്രാഥമിക വിവരമാണ് നർക്കോട്ടിക്കിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഗൂഗിൾ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഓം പ്രകാശ് എന്ന കുപ്രസിദ്ധ ഗുണ്ടയാണ് ഇപ്പോൾ കൊച്ചിയിൽ മരട് പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്.